സിനിമകളിലെ അനാവശ്യ രംഗങ്ങൾ വെട്ടി മടുത്തിട്ടായിരിക്കാം സെൻസർ ബോർഡ് പുതിയൊരു വിനോദവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് സിനിമയുടെ പേര് തന്നെ വെട്ടിക്കളയുക. സുബീർ സുധി നായകനാകുന്ന ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ പേരാണ് നിലവിൽ സെൻസർ ബോർഡ് ഇടപെട്ട് വെട്ടിച്ചിരിക്കുന്നത്. സിനിമയുടെ പേരിന്റെ തുടക്കത്തിൽ ഭാരത് എന്ന് വന്നതാണ് അവരെ വല്ലാതെ പൊള്ളിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ എന്ന പേര് മാറ്റി ഭാരത് എന്നാക്കാൻ പഠിച്ച പണി 18 നോക്കിയ BJP ഗവൺമെന്റ് തന്നെയാണ് ഈ സെൻസറിങ്ങിന് പുറകിലെന്ന് ആർക്കും മനസ്സിലാകാവുന്ന കാര്യമാണ്. ഒരു സിനിമയുടെ പേരെന്ന് പറയുമ്പോൾ ആ സിനിമയുടെ ആത്മാവാണ്. പല മനുഷ്യരും ഈ പേര് കണ്ടാണ് സിനിമ കാണാൻ കേറുന്നത് തന്നെ. അപ്പോൾ ഈ പേര് വെട്ടൽ എന്ത് തന്നെ ആയാലും സിനിമയെ കാര്യമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പേരിൽ വരെ ദേശസ്നേഹം കൊണ്ടുവരാനും ദേശസ്നേഹം ഇല്ലാത്തവരെ കണ്ടുപിടിക്കാനുമാണ് നിലവിൽ സെൻസർ ബോർഡ് പ്രവർത്തിക്കുന്നത്. കേരള സ്റ്റോറി എന്ന പേരിൽ കേരളത്തിന്റേതല്ലാത്ത ഒരു കഥ എടുത്ത് പ്രദർശിപ്പിച്ചപ്പോൾ ഈ സെൻസർ ബോർഡ് അതിനെ ഒന്നും ചെയ്തില്ല. അതിനെ വെട്ടിമാറ്റാനോ അതിന്റെ പേര് മാറ്റാനോ ഒന്നും സെൻസർ ബോർഡ് തുനിഞ്ഞില്ല. എന്തായാലും സുബീർ സുധി അടക്കമുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകർ പേര് മാറ്റുന്നതിനോടൊപ്പം തന്നെ ഒരു പ്രതിഷേധം കൂടി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിനിമയുടെ എല്ലാ പോസ്റ്ററുകളിലും പേര് മാറ്റുന്നതിന് പകരം ആ ഭാരത് എന്നുള്ള പേര് വെട്ടുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു കറുത്ത ടാപ്പ് കൊണ്ട് അടയാളപ്പെടുത്തിയതുപോലെയാണ് അവർ ആ പേര് വെട്ടിമാറ്റിയിരിക്കുന്നത്. ഇതിൽ കൃത്യമായ വിമർശനവും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് കഴിക്കണം, എന്തുടുക്കണം, ഏത് വഴി നടക്കണം എന്നൊക്കെ മറ്റുള്ളവർ അല്ലെങ്കിൽ അധികാരികൾ തീരുമാനിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ നടപടികൾ. സെൻസർ ബോർഡിന്റെ ഈ സെൻസറിങ് ഇനി കുട്ടികൾക്ക് പേരിടുന്നതിലും കടകൾക്കും പുസ്തകങ്ങൾക്കും പേരിടുന്നതിൽ പോലും കടന്നു വരുമെന്ന് സംശയിക്കാനൊന്നുമില്ല. ദേശസ്നേഹം അല്പം കുറയുന്നവരെ തെരഞ്ഞു കണ്ടുപിടിക്കലാണ് സെൻസർ ബോർഡിന്റെ പുതിയ ഏർപ്പാട്. ഈ തീരുമാനം അതിനെ അരക്കിട്ടുറപ്പിക്കുന്നത് തന്നെയാണ്. പ്രതിഷേധിക്കേണ്ട ഈ വിഷയത്തിൽ പ്രമുഖരാരും തന്നെ ഇതുവരേക്കും പ്രതികരിച്ചു കണ്ടിട്ടില്ല. സിനിമാ മേഖലയിൽ നിന്ന് പോലും ഇതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തായാലും പേരുമാറ്റൽ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നത്തെ ബാധിക്കാതിരിക്കട്ടെ. തിയേറ്ററിൽ നല്ല വിജയം തന്നെ ഈ സിനിമ നേടട്ടെ.